ഒരു മിനിറ്റ്. പെൺകുട്ടികളോട് അനാവശ്യം പറയുകയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുകയെന്നൊക്കെ പറയണത് ശരിയാണോ കുമാരേട്ടാ? കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാര്? അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ആരും ആയിക്കോട്ടെ, ആണുങ്ങളില്ലാത്തൊരു പാവപ്പെട്ട വീട്ടില് ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടത് നാട്ടുകാരായ നിങ്ങളൊക്കെ അല്ലേ? അതിനു പകരം അവിടെ കയറി എല്ലിന്റെ ബലം കാണിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ കുമാരേട്ടാ? ഓളി സേവയ്ക്ക് വന്നവ അത് കഴിഞ്ഞ് പോക. നാട്ടാരോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്ന പോലെ തിരിച്ചു പോകില്ല. കുമാറിന് നിനക്കറിയില്ല? അറിയില്ല. ഞാൻ വന്നിട്ട് 2-3 ദിവസമായുള്ളൂ. ചില രാജകുമാരന്മാരെ വിശ്വാസം കണ്ടിട്ടുണ്ട്. മര്യാദക്ക് പറയുമ്പോ മുട്ടാപ്പൊക്കെ കാട്ടരുത്. ആരെയാണ് പേടിപ്പിക്കുന്നത്? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇടപെടണ്ട. ഒന്നും ചെയ്യില്ല കുമാരേട്ടാ. എന്റെ കഴുത്ത് വേദനിക്കുന്നു. കഴുത്ത് വിട. കളിച്ചോ കൊന്നുകളയും പന്നി. കുമാരേട്ടാ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, പാവങ്ങളാ, ജീവിച്ചു പോയിക്കോട്ടെ. അവരെ ആരും സഹായിക്കണ്ട, പക്ഷേ ഉപദ്രവിക്കരുത്. അതെ, ദാമുവിന്റെ ചങ്ങാതി ഒരാൾ വന്നു പറഞ്ഞു കേട്ടു. ആൾ ഇത്ര ചുമട്ടനാന്ന് കരുതിയില്ല. ഒരു 2 കൂടി അവിടെ കൊടുക്കായിരുന്നു. അടുത്ത പ്രാവശ്യമായിട്ട്. ചോണക്കുട്ടി. ഹര ഹരോ ഹര ഹര. നമ്മള് അധോലോക നായകനാണോ? അധോലോക നായകനോ? ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു. ആ, പറയണവര് പറഞ്ഞോട്ടെ. ഉവ്വ. അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്? അതിവിടെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ടാ. നമ്മളാരാണാവോ? ഹര ഹരോ ഹര ഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ഞാൻ സ്വാമി വേലായുധ, ദാമോദരന്റെ മാതുല്ലാഹു. ഓ, അത് ശരി. വേലായുധ സ്വാമികൾ. വേലിച്ചാമി എന്ന് വിളിക്കും. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ കാവ്യ കൊടുത്ത് തെണ്ടലാണ് ജോലി. ഹര ഹരോ ഹര ഹര.
അതെങ്ങനെ അറിഞ്ഞു? ഞാൻ വന്നിട്ട് 3-4 ദിവസമായില്ലേ. അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം? ഞാനും ഇപ്പൊ സ്വാമി വേലായുധയെ പോലെയാണ്. ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും. ഇനി അത് ശരിയല്ല. കുമാരനാണ് ആള്. നാഗമാണ് നാഗം. പകയുള്ളവനാ, സൂക്ഷിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും 5-8 ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ. അത് കഴിഞ്ഞാൽ അധോലോകത്തേക്ക് തിരിച്ചു പോകും. ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താ? അതങ്ങനാണ്. അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി. കൊടുക്കാം. എവിടാണ്? നമ്മുടെ ആശ്രമം തന്നെ. ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഹരോ ഹരോ. എന്ത് പറ്റി? മത്സ്യം കടിച്ചോ? ഉവ്വ. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന. കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം. ഭാനു കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെ അവക്കതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ. ആ പോത്തിന് അത് വല്ലതും അറിയോ? ഓ, ഉടുത്തൊരുങ്ങി പൂവും ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്. വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കോത ചമഞ്ഞതിന്റെ സമ്മാനം ദാ ഒക്കത്തിരിക്കുന്നു. നടി അതിന് കൊടുക്ക്. അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ. നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി? കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ, വിശ്വനാഥൻ. അവനെ കണ്ടോടി? അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിയെന്ന്. നന്നായിപ്പോയി. തല്ലി കൊല്ലണോ അവനെ? അയ്യടാ എന്താ സന്തോഷം. ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ? ഓ, മുത്തശ്ശനും അതന്നെ പറയണേ. ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താണെന്നറിയോ? അയാൾ ഇവിടെയാ പൊറുതിന്ന്. ചേച്ചിയുടെ കൂടെയാണോ അനിയത്തിമാരുടെ കൂടെയാണോന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ. പോരെ എന്നിട്ടിപ്പൊ നല്ലതാന്ന്. കൊറേയൊക്കെ നിന്റെ തോന്നല. നീ ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം. എനിക്ക് ഭ്രാന്താ. ഇനിയിപ്പൊ മുത്തശ്ശനും കൂടി അത് പറഞ്ഞോ. എന്റെ ഭഗവതി, വീണ്ടും പടകൂടി വരികയാണല്ലോ. മുത്തശ്ശനൊന്നും മിണ്ടാണ്ടിരിക്കേ. എന്ത് കാഴ്ച കാണാനായിട്ട് ചാടി ഇറങ്ങിയത്? കേറി പൊടിയത്. എന്നാലും എന്നെ അങ്ങനെ ഒരു പുലിവാല് പിടിപ്പിക്കേണ്ടിയിരുന്നില്ല. എന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ ഇതിലൊക്കെ കയറി ഇടപെട്ടത്. അതിപ്പോ എനിക്കൊരു കോടാലിയായി. ദാ സകലൊന്നും എന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുക. എന്താ തങ്കപ്പൻ നേരെ? ഒന്നും അറിയാത്ത പച്ച പാവം. എടി നിന്നെ ആലോചിച്ചിട്ടൊന്നുമല്ല, ഇങ്ങനെ ഒരു മര്യാദക്കാരനായതുകൊണ്ടാ ഒരു ഒത്തുതീർപ്പിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ കൊടുത്ത കാശ് വാങ്ങിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എഴുതി തന്നത് 3 കൊല്ലത്തിനുള്ളിൽ തരാന്നല്ലേ. ഇപ്പൊ കൊല്ലം 1 കഴിഞ്ഞുള്ളൂ. ആ കൊല്ലക്കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. ദാമോദരന്റെ കാശ് കിട്ടിയപ്പോ ആദ്യം ഭൂമിയുടെ കടം തീർത്തു. എടി ഞങ്ങളുടെ കാശും കാശാ. നിങ്ങൾ എന്താ ഈ പറയണേ? ഇത് ലേലത്തിന് വെച്ചിരിക്കുക. ഏട്ടന്റെ കാശൊന്നും കിട്ടിയിട്ടില്ല. ആ ബോംബെക്കാരന്റെ ലക്ഷങ്ങളുണ്ട്. പിന്നെ കാശിനാണോടി പഞ്ഞം? എന്റെ മുറ്റത്തൊന്ന് ചെറ്റത്തരം പറഞ്ഞ എന്റെ സ്വഭാവം മാറൂട്ടോ. എടി കൈ കിടന്ന കാശ് എടുത്ത് നിന്റെ ഏട്ടന് കൊടുത്തിട്ട് ആ കാശ് ചോദിക്കാണ് നിന്റെ മുറ്റത്ത് വന്നത്, അല്ലാണ്ട് മറ്റേനല്ല. അലമ്പുണ്ടാക്കരുത്. പിന്നെ അവിടെ നാക്കിന്ന് വീണത് കണ്ടില്ലേ നായിന്റെ മോള്. അങ്ങനെ ഇവിടെ ചെല്ലി ചുറ്റിപ്പറ്റി നടക്കണുണ്ട്. ഞങ്ങൾക്ക് അതല്ല വേണ്ടത്, ഞങ്ങളുടെ കാശാ. എനിക്കതായാലും മതി. പട്ടി എന്താ നീ കാണിക്കണേ? നീ അവരോട് ദേഷ്യപ്പെടാ. അവരോട് സമാധാനമായിട്ട് കാര്യം പറ. നമ്മൾ അവർക്ക് കാശ് കൊടുക്കാനുള്ളതല്ലേ? അവര് പറയണതോ ഏട്ടന്റെ കാശ് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല. സൊസൈറ്റിയുടെ കടം തീർത്തു എന്നൊക്കെ പറഞ്ഞത് ആരോ നുണ പറഞ്ഞതാ. നുണയൊന്നും അല്ല. ബാങ്കിന്റെ കടം തീർത്തു. പലിശ അടക്കം 70,285 രൂപ 40 പൈസ. ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ലേ, പെണ്ണ് വിചാരിച്ച 70,000 അല്ല 70 ലക്ഷം ഉണ്ടാക്കി കൂടെ. ഞങ്ങളുടെ കാശ് കൂടി തരാൻ പറയടി. ചേട്ടോ, നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് പുല്ലും പറയണ ശരിയല്ല. അത് പല്ലിന് കേടാ. താൻ ഞങ്ങളെ നശിപ്പിച്ച് നാട്ടിച്ചടങ്ങൂ. ആരോട് ചോദിച്ചിട്ടാ താൻ ഞങ്ങളുടെ കടം വീട്ടിയേ? നിങ്ങളുടെ കടമല്ല, ദാമു ഉണ്ടാക്കിയ കടം. ദാമു പറഞ്ഞു വിട്ടു കടം വീട്ടണം, പണം തന്നു, ഞാൻ വീട്ടി. അല്ല, കാശ് കിട്ടിയാൽ ആദ്യം ഇവരുടെ കടം വിട്ടാന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഭാനു. അത് ഭാനുമതിയല്ലേ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കണേ, ദാമു അല്ലല്ലോ. എനിക്ക് ദാമു പറയണ പോലെ ചെയ്യാൻ പറ്റൂ. സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എത്ര രൂപ തരാനുണ്ട്? 5ഉം 10ഉം ആയിട്ട് 40,000 രൂപ അതിന്റെ പലിശയും. 100ക്ക് 10 വെച്ച്. അത് പള്ളി പറഞ്ഞാൽ മതി. അത് കൊള്ളപ്പലിശ. ബാങ്ക് പലിശ തരും. എൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൂടിയുണ്ട്, ഒരു 25,000 രൂപ. അത് വേണമെങ്കിൽ തരാം. വേണോ? ബാക്കിയോ? ബാക്കി ഒരു 6 മാസത്തിനകം ഞാൻ തന്നെ തരാം.
അതിനു മുമ്പ് നിങ്ങൾ തിരിച്ച് ബോംബെക്ക് പോയില്ലേ? ഞാൻ എങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് സമ്മതമുള്ളവർക്ക് എൻ്റെ കൂടെ വരാം. വരുന്നില്ലേ? ഇപ്പൊ മനസ്സിലായോ എനക്ക്? ദാമ അങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കൊന്നും ഇല്ല. ഏട്ടന്റെ കയ്യിൽ ഇത്രയും കാശുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ? എനിക്ക് മനസ്സിലാവണില്ല. അയാള് നമുക്ക് ഗുണല്ലേ ചെയ്തിട്ടുള്ളൂ. ഒന്നും ആലോചിക്കാണ്ട് ദാമു എന്തെങ്കിലും ചെയ്യും, അയാളെ എത്രയ്ക്ക് വിശ്വാസം ഉണ്ടാവും? നിങ്ങൾ ആരാ? ഇത് ചോദിക്കാനാണോ ചേച്ചി ഈ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്ന്? ആ, ഒരു വെട്ടുകത്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നാണോ നമ്മുടെ വിചാരം? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാനൊരു മനുഷ്യനാണ്, പേര് വിശ്വനാഥൻ എന്നാണ്, കുട്ടിയുടെ ഏട്ടൻ്റെ മതി കൂട്ടുകാരൻ. ഞങ്ങളെ കളിപ്പിച്ചത്. നിങ്ങൾ പറയുന്നതൊക്കെ നുണയാ. അമ്മ മരിക്കാൻ കിടക്കുമ്പോ മരുന്ന് വാങ്ങാൻ 500 രൂപ തികച്ച് അയച്ചു തരാനില്ലാത്ത ഏട്ടൻ ഇത്രയും പണം തന്നു വിട്ടു അല്ലേ? എന്നിട്ടൊരു കത്ത് പോലും വയ്ക്കാതെ ദുബായിക്ക് പോയി അല്ലേ? സത്യം പറ, നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്തിനാ? ഈശ്വരനെ വിചാരിച്ച് സത്യം പറ. എന്റെ ഏട്ടൻ എവിടെയുണ്ട്? പറയൂ, ഏട്ടൻ എന്തെങ്കിലും പറ്റിയോ? ഒരു അപകടത്തിൽപ്പെട്ട് അയാൾ മരിച്ചുപോയി. ഒരു റോഡ് അപകടത്തിൽ അയാൾ ഞാനിവിടെ വന്ന് ചെയ്തതെല്ലാം ദാമുവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചെലവാക്കിയ പണമെല്ലാം അയാളുടെ പണവുമാണ്. അത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ഇവിടെ നിന്നോ മോഷ്ടിച്ചതാണ് ഇതൊക്കെ. അല്ലാതെ ഇത്രയും കാശുണ്ടാക്കാൻ വേറെ വഴി ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പറമ്പ് ലേലം ചെയ്തു പോരുതെന്നും കടങ്ങൾ വീട്ടിൽ നിന്നൊക്കെ അയാൾ ആശിച്ചിട്ടുണ്ടാവും.